ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന് പഠിക്കാനുള്ള ആദ്യത്തെ പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട 100 ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു മോക്ക് ടെസ്റ്റിന്റെ വീഡിയോയാണിത്. ഒന്നാമത്തെ ചോദ്യം, റൂത്ത് ഏതു വംശജയല്ലായിരുന്നു? ലേവി, ദാൻ, ബെഞ്ചമിൻ, യൂദ. ശരിയുത്തരം ഓപ്ഷൻ ഡി, യൂദ. ഇതൊരു ഗൂഗിൾ ഫോം ആണ്. 140 മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നാം നടത്തുന്നുണ്ട്. അതിലൊരു 10ഓളം മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ശരിയുത്തരം ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഏറ്റവും അവസാനം ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ എത്രയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം, റൂത്ത് ഏതു ദേശക്കാരിയായിരുന്നു? ജെറുസലേം, ബെത്ലഹേം, മൊവാബ്യ, കാനാന്യ. ശരിയുത്തരം ഓപ്ഷൻ സി, മൊവാബ്യ. ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾക്കും ചോദ്യവും ഓപ്ഷനും വായിക്കുമ്പോൾ ശരിയുത്തരം മാർക്ക് ചെയ്യാം. ഏറ്റവും അവസാനം നമുക്കതിന്റെ സ്കോർ പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് റൂത്തിനെ എന്ത് ചെയ്തു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ, കാരുണ്യപൂർവ്വം കടാക്ഷിച്ചു. ബി, സമൃദ്ധമായി അനുഗ്രഹിച്ചു. സി, കഠിനമായി ശിക്ഷിച്ചു. ഡി, വിധവയായി ജീവിക്കാൻ അനുവദിച്ചു. ശരിയുത്തരം ഓപ്ഷൻ ബി, സമൃദ്ധമായി അനുഗ്രഹിച്ചു. 4, റൂത്ത് എന്തിന് മാതൃകയായി തീർന്നു? ഓപ്ഷൻ എ, കരുണയ്ക്ക്. ബി, സ്നേഹത്തിന്. സി, വിശ്വസ്തതയ്ക്ക്. ഡി, സൗമ്യതയ്ക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി, വിശ്വസ്തതയ്ക്ക്. 5, എന്താണ് സാർവത്രികമായിട്ടുള്ളത്? ഓപ്ഷൻ എ, ദൈവത്തിന്റെ അനുഗ്രഹം. ബി, ദൈവത്തിന്റെ സ്നേഹം. സി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. ഡി, ദൈവത്തിന്റെ കാരുണ്യം. 5 ശരിയുത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. 6, ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? റൂത്തിന്റെ, രാജാക്കന്മാരുടെ, ന്യായാധിപന്മാരുടെ, ബോവാസിന്റെ. ശരിയുത്തരം ഓപ്ഷൻ സി, ന്യായാധിപന്മാരുടെ. ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടി എന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ചോദ്യവും ഓപ്ഷൻസും വായിക്കണമോ വേണ്ടയോ എന്ന കാര്യവും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓപ്ഷൻസ് കൂടി വായിച്ചു പോകുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. ചോദ്യവും ഉത്തരവുമാണെങ്കിൽ അത്രയും സമയമെടുക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. അതനുസരിച്ച് തുടർന്നു വരുന്ന വീഡിയോകളിൽ ക്രമീകരിക്കാവുന്നതാണ്. 7, ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി? വരൾച്ച, ക്ഷാമം, മഹാമാരി, ജലപ്രളയം. ശരിയുത്തരം ഓപ്ഷൻ ബി, ക്ഷാമം. 8, നവോമിയുടെ ഭർത്താവിന്റെ പേര്? ഓപ്ഷൻ എ, മഹ്ലോൻ. ബി, കിലിയോൻ. സി, എലിമലക്. ഡി, ബോവാസ്. ശരിയുത്തരം ഓപ്ഷൻ സി, എലിമലക്. 9, യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായ എലിമലക്കും കുടുംബവും എവിടെ താമസമാക്കി? ഓപ്ഷൻ എ, യൂദായിൽ. ബി, ബെത്ലഹേമിൽ. സി, മൊവാബിൽ. ഡി, എഫ്രായിമിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, മൊവാബിൽ. 10, നവോമിയുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? അവളും പുത്രന്മാരും ശേഷിച്ചു. അവൾ തനിച്ചായി. അവളും മക്കളും ശേഷിച്ചു. അവൾ ഒറ്റപ്പെട്ടു. ശരിയുത്തരം ഓപ്ഷൻ എ, അവളും പുത്രന്മാരും ശേഷിച്ചു. 11, നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് റൂത്ത് 1:5 പറഞ്ഞിരിക്കുന്നത്? ഭർത്താവും കുടുംബവും, ഭർത്താവും പുത്രന്മാരും, ഭർത്താവും മക്കളും, ഭർത്താവും ബന്ധുക്കളും. നിങ്ങൾ ശരിയുത്തരം മാർക്ക് ചെയ്യുമ്പോൾ എ, ബി, സി, ഡി ഇതിലേതെങ്കിലും ഒന്ന് എഴുതി വച്ചാൽ മതി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഭർത്താവും പുത്രന്മാരും. 12, കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതാര്? റൂത്ത്, ഓർഫ, നവോമി, എലിമലക്. ഓപ്ഷൻ സി, നവോമി. 13, കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആരോടൊപ്പമാണ് നവോമി തിരികെ പോകാൻ ഒരുങ്ങിയത്? സഹോദരങ്ങളോടുകൂടെ, മക്കളോടുകൂടെ, മരുമക്കളോടുകൂടെ, ഭർത്താവിനോടുകൂടെ. ഓപ്ഷൻ സി, മരുമക്കളോടുകൂടെ എന്നതാണ് ശരിയുത്തരം. 14, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ആര് ആരോട് പറഞ്ഞു? നവോമി മക്കളോട്, നവോമി മരുമക്കളോട്, നവോമി റൂത്തിനോട്, നവോമി ഓർഫായോട്. ശരിയുത്തരം ഓപ്ഷൻ ബി, നവോമി മരുമക്കളോട്.
15 മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചതിനാൽ ആര് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്. ദൈവാത്മാവ്, ദൈവം, പിതാവ്, കർത്താവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. 16 വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ആരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്. കർത്താവ്, ദൈവം, സർവശക്തൻ, അത്യുന്നതൻ. ശരിയുത്തരം ഓപ്ഷൻ എ, കർത്താവ്. 17 നവോമി മരുമക്കളെ ചുംബിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത്? അവർ മടങ്ങിപ്പോയി, അവർ പൊട്ടിക്കരഞ്ഞു, അവർ ചുംബിച്ചു, അവർ വേർപിരിഞ്ഞു. ശരിയുത്തരം ഓപ്ഷൻ ബി, അവർ പൊട്ടിക്കരഞ്ഞു. 18 ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? നവോമിയുടെ മക്കൾ, നവോമിയുടെ മരുമക്കൾ, നവോമിയുടെ സഹോദരങ്ങൾ, റൂത്ത്. ശരിയുത്തരം ഓപ്ഷൻ ബി, നവോമിയുടെ മരുമക്കൾ. 19 വിവാഹം ചെയ്യാൻ കഴിയാത്ത വണ്ണം വൃദ്ധയായിരിക്കുന്നതാര്? റൂത്ത്, ഓർഫ, ഹന്ന, നവോമി. ശരിയുത്തരം ഓപ്ഷൻ ഡി, നവോമി. 20 എന്തിന് കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം, ജീവിക്കാൻ കഴിയാത്ത വിധം, നടക്കാൻ കഴിയാത്ത വിധം, ജോലി ചെയ്യാൻ കഴിയാത്ത വിധം. ശരിയുത്തരം ഓപ്ഷൻ എ, വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം. 21 അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയതാര്? ബോവാസ്, ഓർഫ, റൂത്ത്, ഫിനഹാസ്. ശരിയുത്തരം ഓപ്ഷൻ ബി, ഓർഫ. 22 ആര് തന്റെ ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? നിന്റെ കൂട്ടുകാരി, നിന്റെ സഹോദരി, നിന്റെ അനുജത്തി, നിന്റെ അയൽക്കാരി. ഓപ്ഷൻ ബി, നിന്റെ സഹോദരി എന്നതാണ് ശരിയുത്തരം. 23 ആരെ ഉപേക്ഷിക്കാൻ എന്നോട് പറയരുത് എന്നാണ് റൂത്ത് പറയുന്നത്? അമ്മയെ, നവോമിയെ, അമ്മായിയമ്മയെ, ഓർഫയെ. ഓപ്ഷൻ എ, അമ്മയെ എന്നതാണ് ശരിയുത്തരം. 24 എവിടെ താൻ മരിച്ച് അടക്കപ്പെടും എന്നാണ് റൂത്ത് പറഞ്ഞത്? അമ്മ മരിക്കുന്നിടത്ത്, ബി അമ്മയുടെ ദേശത്ത്, സി എന്റെ പിതൃഭവനത്തിൽ, ഡി എന്റെ സ്വന്തം നാട്ടിൽ. അമ്മ മരിക്കുന്നിടത്ത്, ഓപ്ഷൻ എ. 25 റൂത്ത് ആരോടുകൂടെ പോകാനാണ് ഉറച്ചത്? ഭർത്താവിനോടുകൂടെ, തന്റെ സഹോദരിയോടുകൂടെ, നവോമിയോടുകൂടെ, ഓർഫായോടുകൂടെ. 25 ശരിയുത്തരം ഓപ്ഷൻ സി, നവോമിയോടുകൂടെ. 26 ആരാണ് ഇത് നവോമിയോ എന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ, ബോവാസ്, ബി യൂദായിലെ സ്ത്രീകൾ, സി ബെത്ലഹേമിലെ സ്ത്രീകൾ, ഡി കൊയ്ത്തുകാർ. ശരിയുത്തരം ഓപ്ഷൻ സി, ബെത്ലഹേമിലെ സ്ത്രീകൾ. 27 എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. റൂത്ത് 1:20 പ്രകാരം പൂരിപ്പിക്കുക. സന്തുഷ്ട, മാറ, റൂത്ത്, റാഹേൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, മാറ. 28 സർവശക്തൻ എന്നോട് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നാണ് നവോമി പറഞ്ഞത്? വളരെ കഠിനമായി, ക്രൂരമായി, കാരുണ്യം കൂടാതെ, ദാക്ഷിണ്യം കൂടാതെ. ശരിയുത്തരം ഓപ്ഷൻ എ, വളരെ കഠിനമായി. 29 എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയ എന്നെ കർത്താവ് എങ്ങനെ തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത്? ഓപ്ഷൻ എ, വിധവയായി, ബി ദുഃഖിതയായി, സി ഒന്നുമില്ലാത്തവളായി, ഡി സന്തുഷ്ടയായി. ശരിയുത്തരം ഓപ്ഷൻ സി, ഒന്നുമില്ലാത്തവളായി. 30 സർവശക്തൻ എനിക്ക് എന്തു വരുത്തുകയും ചെയ്തു എന്നാണ് നവോമി പറഞ്ഞത്? ദുഃഖം, ആപത്ത്, ക്ലേശം, കഷ്ടത. ശരിയുത്തരം ഓപ്ഷൻ ബി, ആപത്ത്. 31 മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ ബെത്ലഹേമിൽ തിരിച്ചെത്തിയതാര്? ഓപ്ഷൻ എ, റാഹേൽ, ബി സാറ, സി ഹന്ന, ഡി നവോമി. ശരിയുത്തരം ഓപ്ഷൻ ഡി, നവോമി. പ്രിയമുള്ളവരെ, 2026 ലോഗോസിന് ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. സാമീഡിയ എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. 4500ഓളം ചോദ്യോത്തരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 336 പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ്. വളരെ സമഗ്രമായി ലോഗോസ് പഠനത്തിന് അത് നിങ്ങളെ സഹായിക്കും. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില. കേരളത്തിൽ എവിടെയും 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്.
300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് അതേ നമ്പറിൽ തന്നെ അഡ്രസ്സും കൂടി അയച്ചാൽ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. 5 പുസ്തകം ഒന്നിച്ച് വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. 10 പുസ്തകം ഒന്നിച്ച് വാങ്ങിയാൽ 225 രൂപയ്ക്ക് ഒരു പുസ്തകം നൽകുന്നതായിരിക്കും. പോസ്റ്റൽ ചാർജും നൽകേണ്ടതില്ല. 32 നവോമി എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹീത, ഉത്തമ, സന്തുഷ്ട, കയ്പ്. ശരിയുത്തരം ഓപ്ഷൻ സി സന്തുഷ്ട. 33 നവോമിയുടെ ഭർത്താവ് എലിമലക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. വാക്യഭാഗം എഴുതുക. ഓപ്ഷൻ സി റൂത്ത് 1:3. 34 വാക്യഭാഗം എഴുതുക. റൂത്ത് 1:14. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. ഓപ്ഷൻ ഡി എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. 34 ഓപ്ഷൻ സി ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. 35 നവോമിയുടെ ഭർതൃകുടുംബത്തിലുണ്ടായിരുന്ന ഒരു ധനികന്റെ പേര് എലയാസർ, എലിമലക്, ബോവാസ്, കാലബ്. ശരിയുത്തരം ഓപ്ഷൻ സി ബോവാസ്. 36 ബോവാസ് എങ്ങനെയുള്ള ആളായിരുന്നു? ക്രൂരനായിരുന്നു, ധനികനായിരുന്നു, ദരിദ്രനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. ഓപ്ഷൻ ബി ധനികനായിരുന്നു. 37 ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതെന്ത്? ദൈവത്തോട് ആലോചന ചോദിക്കുക, പോകരുത്, പൊയ്ക്കൊള്ളുക, അതിന്റെ ആവശ്യമില്ല. ശരിയുത്തരം ഓപ്ഷൻ സി പൊയ്ക്കൊള്ളുക. 38 റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ എന്താണ് ചെയ്തത്? അവരെ സഹായിച്ചു, കള പറിച്ചു, കാലാ പെറുക്കി, കാല ശേഖരിച്ചു. ശരിയുത്തരം ഓപ്ഷൻ സി കാലാ പെറുക്കി. 39 റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാലാ പെറുക്കിയത്? സഹായികളുടെ, ഭൃത്യന്മാരുടെ, വൃദ്ധന്മാരുടെ, കൊയ്ത്തുകാരുടെ. ഓപ്ഷൻ ഡി കൊയ്ത്തുകാരുടെ എന്നതാണ് ശരിയുത്തരം. 40 ബോവാസ് എവിടെ നിന്നു വന്നു എന്നാണ് റൂത്ത് 2:4 പറഞ്ഞിരിക്കുന്നത്. മൊവാബിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന്, ബത്ലഹേമിൽ നിന്ന്, ഗിലയാദിൽ നിന്ന്. ശരിയുത്തരം ഓപ്ഷൻ സി ബത്ലഹേമിൽ നിന്ന്. 41 കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. അവൻ ആര്? ശുശ്രൂഷകൻ, സേവകൻ, ബോവാസ്, ദാസൻ. ശരിയുത്തരം ഓപ്ഷൻ സി ബോവാസ്. 42 കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചതെന്ത്? കൊയ്ത്തു കഴിയാറായോ? കൊയ്ത്തിന് സമയമായോ? ആരാണ് ഈ യുവതി? ആരാണ് ഇവൾ? ശരിയുത്തരം ഓപ്ഷൻ സി ആരാണ് ഈ യുവതി. 43 റൂത്ത് 2:7 തന്നെ എന്തിന് അനുവദിക്കണം എന്നാണ് റൂത്ത് അപേക്ഷിച്ചത്? ഭക്ഷണം ശേഖരിക്കാൻ, വിശ്രമിക്കാൻ, വയലിൽ കാലാ പെറുക്കാൻ, ആഹാരം സമ്പാദിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ സി വയലിൽ കാലാ പെറുക്കാൻ. 44 നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഓപ്ഷൻ എ ശുശ്രൂഷകനോട്, ബി മേൽനോട്ടക്കാരനോട്, സി ഭൃത്യനോട്, ഡി ദാസിയോട്. ശരിയുത്തരം ഓപ്ഷൻ സി ഭൃത്യന്മാരോട്. 45 അവൾ റൂത്ത് എപ്രകാരമാണ് ബോവാസിനോട് പറഞ്ഞത്? ദയനീയമായി, വിനീതമായി, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, സന്തോഷത്തോടെ. ശരിയുത്തരം ഓപ്ഷൻ സി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 46 എങ്ങനെയുള്ള എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു എന്നാണ് റൂത്ത് ബോവാസിനോട് ചോദിച്ചത്? വിധവയായ, അന്യനാട്ടുകാരിയായ, പരദേശിയായ, വിജാതീയയായ. ശരിയുത്തരം ഓപ്ഷൻ ബി അന്യനാട്ടുകാരിയായ. 47 ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തത് തനിക്കറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത്? എ ദൈവത്തിനു വേണ്ടി, ബി അമ്മായിയമ്മയ്ക്ക് വേണ്ടി, സി ഭർത്താവിന് വേണ്ടി, ഡി ജനത്തിനു വേണ്ടി. ശരിയുത്തരം ഓപ്ഷൻ ബി അമ്മായിയമ്മയ്ക്ക് വേണ്ടി. 48 യജമാനനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? റൂത്ത് മേൽനോട്ടക്കാരനോട്, റൂത്ത് സേവകനോട്, റൂത്ത് ബോവാസിനോട്, റൂത്ത് ദാസിമാരോട്. ശരിയുത്തരം ഓപ്ഷൻ സി റൂത്ത് ബോവാസിനോട്. 49 ഞാൻ ആരല്ല എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? അങ്ങയുടെ
സഹായകരിൽ ഒരുവളല്ല, അങ്ങയുടെ ജോലിക്കാരിൽ ഒരുവളല്ല, അങ്ങയുടെ ശുശ്രൂഷകരിൽ ഒരുവളല്ല, അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. ശരിയുത്തരം ഓപ്ഷൻ ഡി, അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. 50 അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. ആര് ആരോട് പറഞ്ഞു? ബോവാസ് നവോമിയോട്, ബോവാസ് ഭൃത്യന്മാരോട്, ബോവാസ് റൂത്തിനോട്, ഭൃത്യന്മാർ ബോവാസിനോട്. ശരിയുത്തരം ഓപ്ഷൻ ബി, ബോവാസ് ഭൃത്യന്മാരോട്. 51 മെതിച്ചപ്പോൾ ഏകദേശം എത്ര അളവ് ബാർലി ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 2 ഏഫ, ബി 5 ഏഫ, സി 1 ഏഫ, ഡി 3 ഏഫ. ശരിയുത്തരം ഓപ്ഷൻ സി 1 ഏഫ. 52 ഒരു ഏഫ എത്ര ലിറ്റർ? 8.7 ലിറ്റർ, 25 ലിറ്റർ, 45 ലിറ്റർ, 55 ലിറ്റർ. ശരിയുത്തരം ഓപ്ഷൻ സി 45 ലിറ്റർ. 53 എവിടെയാണ് ഇന്നു നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്നു നീ ജോലി ചെയ്തത്? ആര് ആരോട് ചോദിച്ചു? ബോവാസ് ദാസിമാരോട്, ബോവാസ് റൂത്തിനോട്, നവോമി റൂത്തിനോട്, നവോമി ഓർഫായോട്. ശരിയുത്തരം ഓപ്ഷൻ സി, നവോമി റൂത്തിനോട്. 54 എന്ത് മുഴുവൻ തിരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്? വെയിലാറുവോളം, കൃഷി തീരുവോളം, ഓപ്ഷൻ സി കൊയ്ത്ത് തീരുവോളം, ഓപ്ഷൻ ഡി വിളവെടുപ്പ് തീരുവോളം. ശരിയുത്തരം ഓപ്ഷൻ സി കൊയ്ത്ത് തീരുവോളം. 55 മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവന്റെ ദാസന്മാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. അവൻ ആര്? എലയാസർ, ഒരു ധനികൻ, ബോവാസ്, എലിമലക്. ശരിയുത്തരം ഓപ്ഷൻ സി, ബോവാസ്. 56 നവോമി എന്ന പേര് റൂത്ത് അധ്യായം 2 എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? 6, 7, 5, 4. ശരിയുത്തരം ഓപ്ഷൻ സി 5 പ്രാവശ്യം. 57 ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. വാക്യഭാഗം എഴുതുക. റൂത്ത് 2:17, റൂത്ത് 2:20, റൂത്ത് 2:21, റൂത്ത് 2:23. ശരിയുത്തരം ഓപ്ഷൻ ബി, റൂത്ത് 2:20. 58 റൂത്തിനെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുക ആരുടെ കടമയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നവോമിയുടെ, അവളുടെ അമ്മയുടെ, സഹോദരിയുടെ, ബന്ധുവിന്റെ. ശരിയുത്തരം ഓപ്ഷൻ എ, നവോമിയുടെ. 59 ബോവാസ് നമ്മുടെ ആരാണ് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ചർച്ചക്കാരനാണ്, ബന്ധുവാണ്, യജമാനനാണ്, കാര്യസ്ഥനാണ്. ഓപ്ഷൻ ബി, ബന്ധുവാണ്. 60 ബോവാസ് ഇന്നു രാത്രി മെതിക്കളത്തിൽ വരുന്നത് എന്തിന്? ബാർലി പാറ്റുന്നതിന്, ഗോതമ്പ് പാറ്റുന്നതിന്, ധാന്യം അളക്കുന്നതിന്, കാവൽ കിടക്കുന്നതിന്. ശരിയുത്തരം ഓപ്ഷൻ എ, ബാർലി പാറ്റുന്നതിന്. 61 എപ്പോൾ വരെ അവൻ നിന്നെ അറിയാൻ ഇടയാകരുത് എന്നാണ് നവോമി റൂത്തിനെ ഓർമ്മിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പ്രഭാതം വരെ, ബി അവന്റെ അത്താഴം കഴിയുന്നത് വരെ, സി അർദ്ധരാത്രി വരെ, ഡി അവൻ ഉറങ്ങാൻ കിടക്കുന്നത് വരെ. ശരിയുത്തരം ഓപ്ഷൻ ബി, അവന്റെ അത്താഴം കഴിയുന്നത് വരെ. 62 അവന്റെ അത്താഴം കഴിയുന്നത് വരെ അവൻ നിന്നെ എന്തും ചെയ്യരുത്? ഓപ്ഷൻ എ നിന്നെ അറിയരുത്, ബി കാണാനിടയാകരുത്, സി കാണരുത്, ഡി തിരിച്ചറിയാൻ ഇടയാകരുത്. ശരിയുത്തരം ഓപ്ഷൻ ഡി, തിരിച്ചറിയാൻ ഇടയാകരുത്. 63 നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ആരുടെ കാലിൽ നിന്ന്? കാര്യസ്ഥന്റെ, യജമാനന്റെ, ബോവാസിന്റെ, മേൽനോട്ടക്കാരന്റെ. ശരിയുത്തരം ഓപ്ഷൻ സി, ബോവാസിന്റെ. 64 റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്? എ കൃഷിസ്ഥലത്തു ചെന്ന്, ബി മെതിക്കളത്തിൽ ചെന്ന്, സി ബോവാസിന്റെ വീട്ടിൽ, ഡി കളപ്പുരയിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, മെതിക്കളത്തിൽ ചെന്ന്. 65 ബോവാസ് എവിടെ കിടന്നാണ് ഉറങ്ങിയത്? മെതിക്കളത്തിൽ, വയലിൽ, വീട്ടിൽ, ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി, ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ. 66 അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്നതാര്? ഓർഫ, റൂത്ത്, ബോവാസ്, നവോമി. ശരിയുത്തരം ഓപ്ഷൻ സി, ബോവാസ്. 67
കാൽക്കൽ കിടന്ന സ്ത്രീയോട് ബോവാസ് ചോദിച്ച ചോദ്യം എന്ത്? നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു? നീ എപ്പോൾ ഇവിടെ വന്നു? നീ എവിടെ നിന്ന് വരുന്നു? ശരിയുത്തരം ഓപ്ഷൻ എ, നീ ആരാണ്. 68. അങ്ങ് എന്റെ ആരാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്നാണ് റൂത്ത് പറഞ്ഞത്. ചാർച്ചക്കാരനാകയാൽ, യജമാനനാകയാൽ, അടുത്ത ബന്ധുവാകയാൽ, ധനികനാകയാൽ. ശരിയുത്തരം ഓപ്ഷൻ സി, അടുത്ത ബന്ധു ആകയാൽ. 69. എന്ത് ആദ്യത്തേതിലും വലുതാണ് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? നീ ഇപ്പോൾ കാണിക്കുന്ന ഔദാര്യം, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ക്ഷമ, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കാരുണ്യം, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ദയ. ശരിയുത്തരം ഓപ്ഷൻ എ, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം. 70. എന്താണ് നഗരത്തിലെ എന്റെ പരിചയക്കാർക്കെല്ലാം അറിയാം എന്ന് ബോവാസ് പറഞ്ഞത്? ഞാൻ ആരാണെന്ന്, നീ ആരാണെന്ന്, നീ എന്റെ ബന്ധുവാണെന്ന്, നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. ശരിയുത്തരം ഓപ്ഷൻ ഡി, നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. 71. ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്ന് പറയുന്നതിന് മുൻപ് റൂത്ത് 3:13 ബോവാസ് പറയുന്നത് എന്ത്? ഓപ്ഷൻ എ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ബി, മകളെ ഭയപ്പെടേണ്ട. സി, ഈ രാത്രി ഇവിടെ കഴിയുക. ഡി, നീ ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ഈ രാത്രി ഇവിടെ കഴിയുക. 72. അവൻ ഇത് ചെയ്തില്ലെങ്കിൽ ആരുടെ കടമ ഞാൻ നിർവഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ചാർച്ചക്കാരന്റെ, എന്റെ ഉറ്റ ബന്ധുവിന്റെ, ഈ ദാസന്റെ. ശരിയുത്തരം ഓപ്ഷൻ സി, ഉറ്റ ബന്ധുവിന്റെ. 73. എന്ത് വിരിച്ചു പിടിക്കുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഓപ്ഷൻ എ, വസ്ത്രം. ബി, ശിരോവസ്ത്രം. സി, നിന്റെ മേലങ്കി. ഡി, നിന്റെ കൈകൾ. ശരിയുത്തരം ഓപ്ഷൻ സി, നിന്റെ മേലങ്കി. 74. മകളെ എന്തുണ്ടായി? ആര് ആരോട് ചോദിച്ചു? നവോമി ഓർഫായോട്, നവോമി ബോവാസിനോട്, അമ്മായിയമ്മ റൂത്തിനോട്, അമ്മായിയമ്മ ഓർഫായോട്. ശരിയുത്തരം ഓപ്ഷൻ സി, അമ്മായിയമ്മ റൂത്തിനോട്. 75. കാര്യങ്ങൾ എന്ന് തീരുമാനമാകും എന്നാണ് നവോമി പറഞ്ഞത്? ഓപ്ഷൻ എ, നാളെ തന്നെ. ബി, ഇന്നു തന്നെ. സി, ഉടനെ തന്നെ. ഡി, അടുത്തു തന്നെ. ശരിയുത്തരം ഓപ്ഷൻ ബി, ഇന്നു തന്നെ. 76. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. വാക്യഭാഗം എഴുതുക. എ, റൂത്ത് 3:12. ബി, റൂത്ത് 3:5. സി, റൂത്ത് 3:8. ഡി, റൂത്ത് 3:15. ശരിയുത്തരം ഓപ്ഷൻ ബി, റൂത്ത് 3:5. 77. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു. ഡാഷ്. വാക്യം പൂർണ്ണമാക്കുക. എ, കാൽക്കൽ റൂത്ത് കിടക്കുന്നു. കാൽക്കൽ ഒരാൾ കിടക്കുന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. കാൽക്കൽ ആരോ ഒരു സ്ത്രീ കിടക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി, കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. 78. ബോവാസ് എവിടെ ചെന്നപ്പോഴാണ് മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നത്? പട്ടണത്തിൽ, നഗരവാതിൽക്കൽ, വയലിൽ, മെതിക്കളത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, നഗരവാതിൽക്കൽ. 79. സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ വരാൻ വിസമ്മതിച്ചു. അവൻ അങ്ങനെ ചെയ്തു. അവൻ അത് നിഷേധിച്ചു. അവൻ അത് സമ്മതിച്ചു. ശരിയുത്തരം ഓപ്ഷൻ ബി, അവൻ അങ്ങനെ ചെയ്തു. 80. ബോവാസ് നഗരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാരെ? എ, ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി. ബി, ശ്രേഷ്ഠന്മാരെയും മറ്റുള്ളവരെയും. സി, ബന്ധുക്കളായ 10 പേരെ കൂടി. ഡി, ചാർച്ചക്കാരായ 10 പേരെ കൂടി. ശരിയുത്തരം ഓപ്ഷൻ എ, ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി. 81. ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോടും പറഞ്ഞപ്പോൾ ശ്രേഷ്ഠന്മാർ എന്തു ചെയ്തു? അങ്ങനെ ചെയ്തു. അവരും നിന്നു. അവരും വന്നു. അവരും ഇരുന്നു. ശരിയുത്തരം ഓപ്ഷൻ ഡി, അവരും ഇരുന്നു. 82. നവോമി തിരിച്ചു വന്നത് എവിടെ നിന്ന്? മെതിക്കളത്തിൽ നിന്ന്, ബെത്ലഹേമിൽ നിന്ന്, യൂദായിൽ നിന്ന്, മൊവാബ് ദേശത്തു നിന്ന്. ശരിയുത്തരം ഓപ്ഷൻ ഡി, മൊവാബ് ദേശത്തു നിന്ന്. 83. മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക. ഡാഷ് എന്നെ അറിയിക്കുക. റൂത്ത് 4:4 പ്രകാരം പൂരിപ്പിക്കുക. മനസ്സുണ്ടെങ്കിൽ, താല്പര്യമാണെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ, വീണ്ടെടുക്കുമെങ്കിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, താല്പര്യമില്ലെങ്കിൽ. 84.
മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് എന്തു ചെയ്യണം എന്നാണ് ബോവാസ് പറഞ്ഞത്? ഓപ്ഷൻ എ അവന്റെ വയൽ വാങ്ങണം, ബി അവന്റെ മക്കളെ നോക്കണം, സി അവന്റെ നേർച്ചകൾ നിറവേറ്റണം, ഡി അവന്റെ വിധവയെ സ്വീകരിക്കണം. ശരിയുത്തരം ഓപ്ഷൻ ഡി അവന്റെ വിധവയെ സ്വീകരിക്കണം. 85. എന്താണ് സാധ്യമല്ല എന്ന് ബന്ധു പറഞ്ഞത്? റൂത്തിനെ വിവാഹം ചെയ്യാൻ, ബി റൂത്തിനെ സ്വന്തമാക്കാൻ, സി റൂത്തിനെയും കൂടി സ്വീകരിക്കാൻ, ഡി ഒരാളെ കൂടി സ്വീകരിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ സി റൂത്തിനെയും കൂടി സ്വീകരിക്കാൻ. 86. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ബോവാസ് നവോമിയോട്, ബോവാസ് ബന്ധുവിനോട്, ബന്ധു ബോവാസിനോട്, നവോമി ബോവാസിനോട്. ശരിയുത്തരം ഓപ്ഷൻ സി ബന്ധു ബോവാസിനോട്. 87. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തന്റെ എന്താണ് ഊരി മറ്റേയാളെ ഏൽപ്പിക്കുന്നത്? മേലങ്കി, വസ്ത്രം, ചെരുപ്പ്, തോൾവള. ശരിയുത്തരം ഓപ്ഷൻ സി ചെരുപ്പ്. 88. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധു എന്തു ചെയ്തു? തന്റെ അവകാശം കൈമാറി, തന്റെ ചെരുപ്പൂരി, തന്റെ മേൽമുണ്ട് ഊരി, തന്റെ തലപ്പാവ് ഊരി. ശരിയുത്തരം ഓപ്ഷൻ ബി തന്റെ ചെരുപ്പൂരി. 89. എലിമലക്കിന്റെയും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെയുമായ എല്ലാം നവോമിയിൽ നിന്ന് ബോവാസ് വാങ്ങി എന്നതിന് സാക്ഷികളാര്? നഗരവാതിൽക്കൽ നിന്നവർ, ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും, ബന്ധു, മറ്റൊരു ചാർച്ചക്കാരൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും. 90. റൂത്തിന്റെ ഭർത്താവ് ആരെന്ന് സൂചന നൽകുന്ന തിരുവചന ഭാഗം? റൂത്ത് 4:18, റൂത്ത് 4:10, റൂത്ത് 4:11, റൂത്ത് 4:12. ശരിയുത്തരം ഓപ്ഷൻ ബി റൂത്ത് 4:10. 91. മരിച്ചവന്റെ നാമം ആരിലൂടെയാണ് നിലനിൽക്കുന്നത്? മക്കളിലൂടെ, അനന്തരാവകാശികളിലൂടെ, പൂർവികരിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ. ശരിയുത്തരം ഓപ്ഷൻ ബി അനന്തരാവകാശികളിലൂടെ. 92. യൂദായ്ക്ക് താമാറിൽ ജനിച്ചതാര്? ഓബദ്, പേരസ്, രാം, ബോവാസ്. 92. ശരിയുത്തരം ഓപ്ഷൻ ബി പേരസ്. 93. അവൾ അവന്റെ ഭാര്യയായി. ആര് ആരുടെ? നവോമി ബോവാസിന്റെ, റൂത്ത് എലിമലക്കിന്റെ, റൂത്ത് ബോവാസിന്റെ, ഓർഫ ബോവാസിന്റെ. ശരിയുത്തരം സി റൂത്ത് ബോവാസിന്റെ. 94. ആരുടെ അനുഗ്രഹത്താൽ റൂത്ത് ഗർഭിണിയായി? പിതാക്കന്മാരുടെ, ബോവാസിന്റെ, കർത്താവിന്റെ, ദൈവത്തിന്റെ. ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ. 95. ആർക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്? റൂത്തിന്, എലിമലക്കിന്, ബോവാസിന്, നവോമിക്ക്. ഓപ്ഷൻ ഡി നവോമിക്ക് എന്നതാണ് ശരിയുത്തരം. 96. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ പ്രിയപ്പെട്ടവളുമായ നിന്റെ ഡാഷ് അവനെ പ്രസവിച്ചത്. റൂത്ത് 4:15 പ്രകാരം പൂരിപ്പിക്കുക. സഹോദരിയാണ്, അവകാശിയാണ്, മരുമകളാണ്, മകളാണ്. ശരിയുത്തരം ഓപ്ഷൻ സി മരുമകളാണ്. 97. ഓബദ് ആരുടെ പിതാവാണ്? ദാവീദിന്റെ, ജസയുടെ, ബോവാസിന്റെ, അമിനാദാബിന്റെ. ശരിയുത്തരം ഓപ്ഷൻ ബി ജസയുടെ. 98. ഹെബ്രോന്റെ പിതാവാര്? പേരസ്, സൽമോൻ, നഹ്ഷോൻ, രാം. ശരിയുത്തരം ഓപ്ഷൻ എ പേരസ്. 99. ബോവാസിന്റെ പുത്രൻ? സൽമോൻ, ദാവീദ്, ഓബദ്, ജസെ. ശരിയുത്തരം ഓപ്ഷൻ സി ഓബദ്. 100. റൂത്ത് 4:16 എഴുതുക. പേരസ് ഹെബ്രോന്റെ പിതാവാണ്. ഓപ്ഷൻ ബി അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തന്റെ ചെരുപ്പൂരി. ഓപ്ഷൻ സി നവോമി ശിശുവിനെ മാറോടണച്ചു. ഓപ്ഷൻ ഡി അതുവഴി എന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും. ശരിയുത്തരം ഓപ്ഷൻ സി നവോമി ശിശുവിനെ മാറോടണച്ചു. പ്രിയമുള്ളവരെ, ഇതുപോലെ 140 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആകെ നടത്തുന്നുണ്ട്. ഗൂഗിൾ ഫോം ഉപയോഗിച്ചാണ് നടത്തുന്നത്. 40 എണ്ണം കഴിഞ്ഞു. ഇനിയും 100 മോക്ക് ടെസ്റ്റുകൾ കൂടിയുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാം. 500 രൂപയാണ് 140 മോക്ക് ടെസ്റ്റുകളിലും പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ്. കഴിഞ്ഞുപോയ ടെസ്റ്റുകളുടെ ലിങ്കും ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ 100 ചോദ്യങ്ങളും ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി അത് സബ്മിറ്റ് ചെയ്യുകയാണ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാൻ കഴിയും. നമ്മളെല്ലാം കറക്റ്റ് ആണ് മാർക്ക് ചെയ്തത്. ഏതെങ്കിലും ബൈ മിസ്റ്റേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ സബ്മിറ്റ് ചെയ്യുമ്പോൾ അറിയാം.
സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വ്യൂ സ്കോർ, സബ്മിറ്റ് അനദർ റെസ്പോൺസ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണിക്കും. അതിൽ വ്യൂ സ്കോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എല്ലാം ശരിയായിട്ടുണ്ട്. 100-ൽ 100 ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 2026 ലോഗോസ് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് വാങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും അധികം മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്, എല്ലാ ദിവസവും റിവിഷൻ നടത്തുന്നത്. ദിവസം 1 മണിക്കൂർ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഉറപ്പായും നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കാനായി സാധിക്കും. എല്ലാവർക്കും നന്നായി വചനം പഠിക്കാൻ കഴിയട്ടെ, ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.